പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ദിവസം ഈശോ പ്രത്യേകമാകുന്ന ഒരു കൃപ നമ്മൾ ചൊരിയട്ടെ എന്ന് അതിനെ തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ ഒരു ചിന്തയാണ്. വിശുദ്ധ അൽഫോൻസ പറയുന്നത് ഇങ്ങനെയാണ്: ഈശോ എന്ന തിരുനാമം ഉച്ചരിക്കുന്നത് എൻ്റെ നാവിനെ ഏറെ മധുരമാണ്. ഈശോ എന്ന നാമം, തിരുനാമം ഉച്ചരിക്കുന്നത് എൻ്റെ നാവിനെ ഏറെ മധുരമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ശരിക്കും ഇങ്ങനെ പറയരുത്. അതായത് അയ്യോ ഇങ്ങനെ പറഞ്ഞു അയ്യോ എന്നൊന്നും പറയരുത്. നിങ്ങൾ ഈശോ ഈശോ എന്ന് നമ്മളൊരു പെട്ടെന്നൊരു ഭയപ്പെടുന്ന സമയത്ത് അയ്യോ എന്നല്ല പറയേണ്ടത്, ഈശോ എന്ന് പറയണം. പ്രിയ സഹോദരങ്ങളെ, പ്രതികൂലങ്ങളിൽ വിളിച്ചപേക്ഷിക്കേണ്ട നാമമാണ് ഈശോ എന്ന നാമം. അതിൻ്റെ വചനത്തിൽ പറയുന്നത്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈശോ എന്ന നാമമല്ലാതെ വേറെ ഏത് നാമമാണ് പ്രിയ സഹോദരങ്ങളെ നാം വിളിച്ചപേക്ഷിക്കേണ്ടത്? അതാണ് സ്വർഗത്തിലെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരിയായ വിശുദ്ധ അൽഫോൻസാമ്മ പറയുന്നത്. ഈശോ എന്ന നാമം വിളിച്ചപേക്ഷിക്കുന്നതാണ് എൻ്റെ ഹൃദയത്തിന് ഏറ്റവും മധുരകരമായ ഒരു കാര്യം എന്നുള്ളത്. നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് ഈ ദിനത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, വിശുദ്ധ അൽഫോൻസയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ ഈശോ എന്ന് നാം ആവർത്തിച്ച് പറയാൻ വേണ്ടത് ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.